അതാണ് നമ്മുടെ മതേതര സംസ്കാരം. ആ സാംസ്കാരിക പൈതൃകം അത് കാത്തു സൂക്ഷിക്കണമോ അതല്ല മുസ്ലിം ഇല്ലാത്ത ഇന്ത്യ ഉണ്ടാക്കണമോ? അതായിരുന്നു തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ചോദ്യം. മുസ്ലിം ഇല്ലാത്ത ഇന്ത്യ വേണമെന്ന് വരുൺ ഗാന്ധി ആഗ്രഹിച്ചു. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ അതിപ്രധാനമായ ഒരു ചോദ്യം അതായിരുന്നു. ഇന്ത്യ രാജ്യത്തെ കാലമത്രയും കാത്തു സൂക്ഷിച്ച മതേതര മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കണമോ? കാത്തു സൂക്ഷിക്കണമെന്ന് ആദ്യമായി പറയേണ്ടത് ന്യൂനപക്ഷങ്ങളാണ്, നമ്മളാണ്. കാരണം മതേതരത്തിന്റെ ആനുകൂല്യം ഏറ്റവും അധികം ആസ്വദിക്കുന്നത് നമ്മളാണ്. ഈയിടെ ബോംബെ ഹൈക്കോടതിയിൽ ഒരാളൊരു കേസ് കൊടുത്തു. പരിശുദ്ധ ഖുർആനാണ് ഇതിലൂടെ തീവ്രവാദം ഉണ്ടാക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അവർ പറയില്ല, ഖുർആനാണ് തീവ്രവാദം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ നിരോധിക്കണം, ഇന്ത്യയിൽ ഖുർആൻ നിരോധിക്കണം. ഹർജി കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജി ക്ഷുഭിതനായിക്കൊണ്ട് പറഞ്ഞു, ഈ അന്യായക്കാരൻ 6 മാസം കഠിനതടവും 10,000 ഉറുപ്പിക ഫൈനും. അന്യായക്കാരൻ, പ്രതിക്കല്ല, പ്രതി ഖുർആനാണല്ലോ സാധു. അന്യായക്കാരനാണ് തടവ്. കോടതി ഞെട്ടിപ്പോയി. പ്രതിയുടെ വക്കീല് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതിയോട് എന്റെ കക്ഷിക്ക് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്. ജഡ്ജി പറഞ്ഞു, നോ കമന്റ്, മിണ്ടരുത്. മിണ്ടിയാൽ ഈ ശിക്ഷ നേരെ ഇരട്ടിയാകും. 6 മാസം 1 വർഷമാകും, 10,000 20,000 മിണ്ടിയാൽ. അനങ്ങാതിരുന്നോളി, അനങ്ങാതിരുന്നാൽ ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ നേരെ ഇരട്ടിയാകും. ഒരു മതത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി ഇതിനെ കോടതി കാണുന്നു. ഇത് ഇന്ത്യയാ. മതേതര ഇന്ത്യയിൽ ഈ മാതിരി പ്രവർത്തനം അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതാണ് ഇന്ത്യ. ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് ആ പള്ളി പൊളിക്കരുത് എന്ന് പറഞ്ഞ് രക്തസാക്ഷിയായത് ഒരാൾ മാത്രമാണ്, മഹമ്മദ്ലാൽ ദാസ് എന്ന ഹൈന്ദവ സന്യാസി. കാഷായ വസ്ത്രം ധരിച്ച് രുദ്രാക്ഷമാലയണിഞ്ഞ് ആ പള്ളിയുടെ തിരുമുറ്റത്ത് ചെന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഈ പള്ളി പൊളിക്കരുത്, ഇത് ദൈവിക സ്ഥാപനമാണ്, ദൈവത്തിന്റെ കോപമുണ്ടാകുമേ. RSSകാരൻ അദ്ദേഹത്തെ വെട്ടിനുറുക്കി കഷ്ടമാക്കി. പിന്നെ ആ പള്ളി പൊളിച്ചത്. അവിടെ ഫൈസാബാദ് ജില്ലയിൽ പള്ളി പൊളിച്ചതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങൾ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്. 11ലും BJP മത്സരിച്ചു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ 11ലും BJP തോറ്റു എന്ന് മാത്രമല്ല 10 മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശും പോയി. ഇന്ത്യയിലെ ഹിന്ദു വേദനിക്കുന്ന മുസ്ലിമിന്റെ കൂടെയാണ് എന്നതാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട്. അതാണ് ഈ പുതിയ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടും. മുസ്ലിമില്ലാത്ത ഇന്ത്യയാക്കാൻ വേണ്ടി ആഗ്രഹിച്ച വരുൺ ഗാന്ധിയുടെ സന്ദേശത്തിന്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സംസ്കാരത്തിന്, അല്ലെങ്കിൽ അഡ്വാനിയുടെ ഭാവനക്ക് സ്വതന്ത്ര ഭാരതത്തിൽ സ്ഥാനമില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം. അത് ഉൾക്കൊള്ളാൻ ഏറ്റവും ചുരുങ്ങിയത് മുസൽമാനെങ്കിലും കഴിയണം. കഴിഞ്ഞോ നിങ്ങൾക്ക്? വിനയപുരസരം ഞങ്ങൾ ചോദിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ ന്യൂനപക്ഷങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങളെ പിന്നെ പണ്ഡിതന്മാരെന്നല്ല എന്ത് പാമരന്മാരെന്ന് പോലും പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്നാണ് ഞാൻ ചോദിക്കും. മനുഷ്യരാണോ? ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യരാണോ നിങ്ങൾ? അല്പം ഒന്ന് ചിന്തിച്ചുകൂടെ? 62 വർഷത്തെ ചരിത്രത്തിൽ ഈ കഴിഞ്ഞ ഗവൺമെന്റിനെ പോലെ ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരിക്കൊടുത്ത മറ്റൊരു ഗവൺമെന്റ് ഉണ്ടോ? 62 വർഷത്തെ ചരിത്രം മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ആർക്ക് ചോദിക്കാൻ കഴിയും? ഉണ്ടോ? മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ലോകം മുഴുവൻ സാമ്പത്തികമായി പാപ്പരായ സമയത്തും ഒരത്ഭുതമായി ഇന്ത്യയെ പിടിച്ചു നിർത്താൻ മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന് കഴിഞ്ഞിട്ടുണ്ട്. ലോകം മുഴുവൻ അയാളോട് ചോദിക്കരുത് എങ്ങനെ, ഇതിന്റെ അത്ഭുതം എന്താണ്, ഇതിന്റെ ഹിക്മത്ത് എന്താണ്? ഞാൻ ഓർക്കുന്നു, മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സമയത്ത് ആദ്യത്തെ സ്വീകരണ യോഗത്തിൽ ഒരുപാട് നിവേദനങ്ങൾ കിട്ടി. ആ നിവേദനങ്ങളിലേക്ക് എത്തി നോക്കിക്കൊണ്ട് മഹാനായ CH തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ നിവേദനങ്ങളുടെ കൂമ്പാരത്തിലേക്ക് ഞാൻ കണ്ണോടിച്ചപ്പോൾ ഇതല്പമെങ്കിലും പരിഹരിക്കണമെങ്കിൽ എന്റെ കയ്യിൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് വേണം. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് എന്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് സ്വല്പമൊക്കെ പരിഗണിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ലോകം മുഴുവൻ, അമേരിക്ക പോലും തകർന്ന് തരിപ്പണമായ സമയത്ത് പിടിച്ചു നിന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നോക്കി ലോകം ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുണ്ടോ എന്ന്.
അതുകൊണ്ട് വിനയപുരസരം ഞാൻ പറയട്ടെ, അത്രയേറെ മാറ്റമുണ്ടാക്കിയ ഒരു ഗവൺമെന്റാണ് ജനവിധി തേടിയത്. ഒരുപാട് ആനുകൂല്യങ്ങൾ മുസ്ലിമീങ്ങൾക്ക് മാറിക്കൊരു ഏറ്റവും ചുരുക്കിയത്, ഏറ്റവും ഒടുവിൽ ചെയ്തത് നിരക്ഷര കുട്ടികളായ ഒരു സമുദായം, വിദ്യാഭ്യാസമില്ലാത്തവരാണല്ലോ. പഴയകാലത്ത് ഇന്ത്യക്ക് വേണ്ടി ദേശാധിപത്യത്തിനെതിരെ പോരാടുന്ന മഹാന്മാരായ നേതാക്കന്മാർ വൈദേശിക നേതൃത്വത്തെ, വൈദേശിക ആധിപത്യത്തെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു, ഹുബ്ബുൽ വത്തൻ മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം വിശ്വാസ പ്രമാണങ്ങളുടെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ ബഹിഷ്കരിച്ചാൽ പോരാ, അവന്റെ ഭാഷയും അവന്റെ സംസ്കാരവും അവന്റെ ശൈലിയും എല്ലാം ബഹിഷ്കരിക്കണം. ഇംഗ്ലീഷ് പഠിക്കൽ തന്നെ ഹറാമാണെന്ന്. ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരുമെന്ന് കരുതിയിട്ട് കുട്ടികളെ സ്കൂളിൽ ചേർത്തില്ല. അങ്ങനെ നിരക്ഷര കുട്ടികളായി. അതാണ് സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകളെ പറ്റി പഠിച്ചപ്പോ ആദിവാസികളെക്കാളും ഹരിജനങ്ങളെക്കാളും ഗിരിജനങ്ങളെക്കാളും പിന്നോക്കമായ സമുദായമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ഒരു സംസ്ഥാനത്തൊഴികെ, ആ സംസ്ഥാനം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കേരളമാണ് കേട്ടോ, കേരളമാണ്. കേരളത്തിൽ മുസ്ലിമുകൾ പിന്നോക്കമല്ല, കേരളത്തിൽ മുസ്ലിമുകൾ പിന്നോക്കമല്ല. ഇത്രയേറെ പിന്നോക്കം പോയ ആ സമൂഹത്തിന് ജോലി നൽകാൻ വേണ്ടി ഒരു ചാൻസും ഇല്ല. 4ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് പോലും ഇല്ല. അവസാനം പ്രധാനമന്ത്രി ആലോചിച്ച് കണ്ടുപിടിച്ച് അർജുൻ സിംഗ് ഹിക്മത്ത് പറഞ്ഞു കൊടുത്ത് മദ്രസ പഠിച്ചിട്ടുണ്ടാവും, എന്നാൽ നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ്